എന്റെ 3 മക്കൾ ഇവിടെ പഠിച്ചതാണ്. ഇപ്പൊ സ്വാഗതം പറയുമ്പോഴും ബഷീർ ഉസ്താദും ആദിൽ ഉസ്താദും കൂടെ പറഞ്ഞു സലാംക്കാർ മക്കളെ കുറിച്ച്. ആ മക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് മറ്റുള്ളവർക്ക് നന്നായി സംസാരിക്കാൻ കഴിയുക. അതിന് പകരം ഇവിടെ മദ്രസയിൽ പഠിച്ച് ബഹളാക്കി കുഴപ്പാക്കി ബുദ്ധിമുട്ടാക്കിയിട്ട് അടിച്ചു TC കൊടുത്ത് പറഞ്ഞു വിട്ട മക്കളുടെ ഒപ്പാന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. ഈ മദ്രസയിൽ ഉണ്ടായിരുന്ന നല്ല കുടുക്കികളായ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ അവരോട് പറഞ്ഞിരുന്നല്ലോ, നല്ല കുട്ടികൾ TC വാങ്ങി പോകുമ്പോ ആബിദ് സാർ പറഞ്ഞാൽ അല്ല ബഷീർ ഉസ്താദ് പറഞ്ഞത് അല്ലേ, TC വാങ്ങി പോകുമ്പോ നമുക്ക് വല്ലാത്ത വിഷമാണെന്നാ പറഞ്ഞത്. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന മതിപ്പിന്റെ മാർക്കിനെ നമ്മൾ എന്താക്കണം? ഉയർത്തണം. അത് ഉയർത്താൻ എന്താ വേണ്ടത്? അവർക്ക് പൈസ കൊടുത്താൽ മതിയാ? ഒരു 10 റിയാൽ കൊടുത്തില്ല, കുറച്ച് മാർക്ക് അധികം തരട്ടെ. പഠിച്ചതുകൊണ്ട് മാത്രം മാർക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഫുള്ള് പഠിച്ചാൽ മാത്രം പോരാ, ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണം. എന്താവണം? ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണം എന്നർത്ഥം. ഈ വാച്ചിൽ ഇന്ത്യൻ സമയം ഓൾഡ് പിന്നെ റിയാദ് സമയം ഒമാൻ സമയമുള്ളത്. ഓക്കെ 5:36 അവിടെ ഉണ്ട്. ഇങ്ങോട്ട് ബെസ്റ്റ് സ്റ്റുഡന്റ് ആവണം. പറഞ്ഞ മക്കളെ, ബെസ്റ്റ് സ്റ്റുഡന്റ് ആവാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എത്ര കാര്യങ്ങൾ? കൈകെട്ട് എന്നാലും ഞാൻ പറഞ്ഞുതരുന്നു. കൈകെട്ട് പറഞ്ഞുതരാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ യു വിൽ ബിക്കം ബെസ്റ്റ് സ്റ്റുഡന്റ്. മാഷ് പറഞ്ഞു തരട്ടെ. അത് ആ 4 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. സിമ്പിൾ ആണ്. ഇവിടെ ഒന്നും ഞാൻ എഴുതൂല. നിങ്ങൾ കടലാസിൽ എഴുതണ്ട, കയ്യിൽ എഴുതണ്ട. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എവിടെ എഴുതണം? പുസ്തകത്തിലല്ല മസ്തകത്തിൽ. പറഞ്ഞേ, പുസ്തകത്തിലല്ല മസ്തകത്തിൽ. പറഞ്ഞേ, നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. ബെസ്റ്റ് സ്റ്റുഡന്റ് ആയാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ല മാർക്ക് തരും. അത് പരീക്ഷയിൽ കടലാസിൽ തരുന്ന മാർക്കല്ല, മതിപ്പിന്റെ മാർക്ക്. പറഞ്ഞേ, ഒബ്സർവേഷന്റെ മാർക്ക്, ക്വാളിറ്റിയുടെ മാർക്ക്. ഈ ക്വാളിറ്റിയുടെ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്ര? 4 പോയിന്റ്. എത്ര പോയിന്റ് ആണ്? അത് പറയുമ്പോഴേക്ക് 6 മണിയാവും. 6 മണി മുതൽ നമുക്ക് ഇറങ്ങി ഓടാം കേട്ടോ. ഞാൻ ഓടും, നിങ്ങൾ ബസ്സോദിന്റെ പോകാം കേട്ടോ. ഈ കുഞ്ഞുമാനെ എന്നെ അറിയിക്കണം. കൈകെട്ട്. ശ്രദ്ധിച്ചോളൂ. ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡിൽ എത്ര ലെറ്റർ ഉണ്ട്? ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ. ഈ മാസം പറഞ്ഞുതരാം കേട്ടോ. ഈ 4 ലെറ്റർ കൊണ്ട് ആരംഭിക്കുന്ന 4 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആരായി മാറാം? ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് ദ ലെറ്റർ വിത്ത് ബി. എങ്കിൽ മക്കളെ പറ, ബി കൊണ്ട് തുടങ്ങുന്ന എന്ത്? എന്ത് ശരിയാണ്? നിങ്ങൾ പറഞ്ഞ ബനാനി ശരിയെന്ന് നിങ്ങൾ പറഞ്ഞ ബെസ്റ്റ് പറഞ്ഞുവിടാ. ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ. ഒരാൾക്ക് ഒരു ചാൻസ്. ബിഹേവിയർ. പിന്നെ പറഞ്ഞ ബിഹേവിയർ എല്ലാം ശരിയാണ്. ഞാൻ കൊണ്ടുവന്ന അറിയോ? പറഞ്ഞോളൂ മോളെ. ബിഹേവിയർ കൊടുത്ത് നല്ല ക്ലാപ്പ് കൊടുത്ത് ബിഹേവിയർ പറഞ്ഞിട്ട് ശ്രദ്ധിക്കും. ബനാന പറഞ്ഞിട്ടുണ്ട്, ബസ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോളൂ. ബി കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് ആവാം. ബി ഫോർ ബ്യൂട്ടി. പറഞ്ഞേ, ബ്യൂട്ടി ശ്രദ്ധിച്ചല്ലെങ്കിൽ ഒരാളത് സാധാരണ നമ്മൾ ബ്യൂട്ടി ശ്രദ്ധിക്കണ്ടെന്ന് തന്നെ പറയാ. നമുക്ക് 2 ബ്യൂട്ടി ഉണ്ട്. ഏതൊക്കെ 2 ബ്യൂട്ടി? ഒരാൾക്കുള്ളത് ഔട്ടർ ബ്യൂട്ടിയും ഇന്നർ ബ്യൂട്ടിയും. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തിനാ? ഔട്ടർ ബ്യൂട്ടി അല്ലെ? 2 കൂട്ടുകാർ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് ഒരു കുളത്തിൽ വീണെന്ന് വിചാരിക്കാം. പേടിക്കണ്ട, വീണെന്ന് വിചാരിക്കാം. രണ്ടാമതൊരു കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നറിയോ? കുളത്തിൽ നോക്കും വീണ കുട്ടിയെ. എന്നിട്ട് ഉടനെ എന്ത് ചെയ്യും? ഇവന്റെ തലമുടി നേരെയാക്കും. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഇയാൾ കാണുമല്ലോ, കണ്ട വെള്ളത്തിൽ നിഴലായിട്ട്. മറ്റു വീണ കുട്ടികളെ നോക്കൂല എന്നർത്ഥം.
നമ്മളെല്ലാവരും ഔട്ടർ ബ്യൂട്ടിക്കാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഒരു വണ്ടി എവിടേക്ക് നിർത്തി നടക്കാൻ അടുത്ത് ഒരു മുടി തലമുടി നേരെ ഉണ്ടെന്നു. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാ? ഇന്നർ ബ്യൂട്ടിക്കാണ് അല്ലെ. അള്ളാഹു നോക്കുന്നത് എങ്ങോട്ടാ? ഇന്നർ ബ്യൂട്ടിയിലേക്ക് അല്ലെ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. മാഷാഅല്ലാഹ്. അള്ളാഹു നോക്കുന്നത് എങ്ങോട്ടാ? ഇന്നർ ബ്യൂട്ടിയിലേക്കാണ് അല്ലെ. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിനാ? ഔട്ടർ ബ്യൂട്ടിക്ക്. ഇനി മുതൽ മക്കൾ എന്ത് ശ്രദ്ധിക്കും? എങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഒരാള് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഇന്നർ ബ്യൂട്ടി ശ്രദ്ധിക്കുന്ന ആളാണോ അല്ലയോ എന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും? അയവ സ്വഭാവം, പിന്നെ പെരുമാറ്റം, പിന്നെ സംസാരം, സംസ്കാരം. ഇത് നോക്കിയാൽ ഔട്ടർ ബ്യൂട്ടി എങ്ങനെ മനസ്സിലാവാം? ഡ്രസ് കോഡ് അല്ലെ, അവര് മുടി വാരുന്നത്, തൊപ്പി, മേക്കപ്പ് ഇതെല്ലാം കണ്ടാൽ ഔട്ടർ ബ്യൂട്ടി മനസ്സിലാവും. ഇന്നർ ബ്യൂട്ടി മനസ്സിലാവുന്നത് ഈ മാ പറഞ്ഞ സ്വഭാവം കൊണ്ട്, സംസാരം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സംസ്കാരം കൊണ്ട്. അങ്ങനെയുള്ള മുട്ടുപിടക്കിലൊക്കെ അപ്പൊ നിങ്ങൾ ഉയർത്തുമാറാവട്ടെ. ബെസ്റ്റ് സ്റ്റുഡന്റ് ആയി മാറാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെറും 4. അതിലൊന്നാമത്തേത് ബ്യൂട്ടി. വിച്ച് ബ്യൂട്ടി? സെറ്റ് സെറ്റ് സെറ്റ്. ഇനി കൈയിട്ടൊന്നും കൂടെ കൊട്ടാനല്ല, കൈ കൊട്ടാനല്ല, കൈ കെട്ടാൻ. ഇനി രണ്ടാമത്തെ ലെറ്റർ ഏതാണ്? ലെറ്റർ ഈ കൊണ്ട് തുടങ്ങുന്ന നല്ല പറഞ്ഞാൽ മതി. നേരത്തെ ക്വസ്റ്റ്യൻ പൂക്കണ്ട നിങ്ങള്. എക്സലൻസ്, യൂറോ, എഡ്യൂക്കേഷൻ. മാഷാഅല്ലാഹ്. നല്ല നല്ല ഉത്തരം പുറകുന്നത്. നിങ്ങൾ ഇങ്ങനെ കായും മുട്ടയും പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ ഇതിന്റെ ഉത്തരം പുറകുന്നത്. എഡ്യൂക്കേഷൻ ശരിയാണ്. എന്നാലേ മക്കളെ, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വാക്ക് അതല്ല. കേട്ടോളൂ. നേരത്തെ ബ്യൂട്ടി കണ്ടപ്പോ നിങ്ങൾ ഞെട്ടിയില്ലേ? ഈ ഫോർ എൻകറേജ്. പറഞ്ഞു വാട്ട്സ് ദി മീനിങ് ഓഫ് എൻകറേജ്? പ്രോത്സാഹിപ്പിക്കാൻ. അടുത്തോ മുട്ടുമുട്ടക്കാൻ, ഗുഡ് ബോയ്, മിട്ടുമെടുക്കാൻ. അങ്ങനെയല്ല, മൂവല്ലേ മിട്ടുമെടുക്കാൻ. എൻകറേജ് പറഞ്ഞ പ്രചോദിപ്പിക്കണം, എൻകറേജ് ചെയ്യാം. എന്താ എൻകറേജ് ചെയ്യാന്ന് പറഞ്ഞാല്? പ്രോത്സാഹിപ്പിക്കാം. ആര്? നമ്മൾ തന്നെ. വെരി ഗുഡ്. സെൽഫ് ടോക്ക്. നമ്മളോട് പറയുക. എന്താ പറയണെന്നറിയോ? ഞാൻ ഇംഗ്ലീഷിൽ 3 ദിക്ർ പറഞ്ഞുതരാം കേട്ടോ. ഇംഗ്ലീഷിൽ ദിക്റാണ്, അറബിയിലല്ല. ഇംഗ്ലീഷിൽ 3 ദിക്ർ കേട്ടോളൂ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മക്കളായി മാറാം. കേട്ടോളൂ. ഐ വിൽ, ഐ ക്യാൻ, ഐ മസ്റ്റ്, ഇൻഷാഅല്ലാഹ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഇൻഷാഅല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഇത് സ്വന്തത്തോട് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? എൻകറേജ്മെന്റ് ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എൻകറേജ്മെന്റ് ഉണ്ടാവും. നമ്മൾ അറിയാതെ മോട്ടിവേറ്റഡ് ആവും. നമ്മൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു മനസമാധാനം കിട്ടുന്നർത്ഥം. എൻകറേജ് ചെയ്യുക. പരീക്ഷ എടുക്കുന്ന സമയത്ത്, രാത്രി കിടക്കാൻ നേരത്ത് ചിന്തിക്കുന്നത് എന്താണ്? നാളെ മദ്രസ ഇല്ലാതിരുന്നെങ്കിൽ സമാധാനമായല്ലേ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇല്ലേ? നമ്മൾ കിടക്കാൻ നേരത്തെ ആലോചിക്കേണ്ടതാണ്, അൽഹംദുലില്ലാഹ് എനിക്ക് നാളെ മദ്രസയിൽ പോകണം, സ്കൂളിൽ രാവിലെ എഴുന്നേറ്റ് പോകണം, നല്ല മുട്ടിക്കനായി മാറണം, നാളത്തെ പകല് എനിക്കുള്ളതാണ്. ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്വന്തത്തോടെ എൻകറേജ് ചെയ്താൽ we will become positive minded. ഇനി third letter. Yes. Start the word. Star. Snake. Smart. Smile. Oh, smile. Okay. എല്ലാം ശരിയാണ്. ഞാൻ കൊണ്ടുവന്ന വാക്ക് ഏറ്റവും പുറകിൽ നിന്ന് എന്റെ അനിയന്റെ മോള് മുഹമ്മദിന്റെ മോള് പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് നമ്മൾ കൊടുക്കാം. യെസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ. പറഞ്ഞേ, നിങ്ങളുടെ ഉള്ളിലുണ്ടായി പറയാൻ കഴിഞ്ഞില്ല അല്ലെ? സംതൃപ്തി. പറഞ്ഞേ, ഉള്ളത് കൊണ്ട് സംതൃപ്തി ആവണം. ഒരുപക്ഷെ ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഉപ്പാക്കുള്ള
നിങ്ങൾ ഉപ്പാക്കുള്ള ഒരു വണ്ടി, ആ ഉള്ള വണ്ടിയിൽ നിങ്ങൾ സംതൃപ്തരാവുക. നിങ്ങൾ ഉപ്പാക്ക് ഇപ്പോഴുള്ളൊരു ജോലി, ഇപ്പൊ ഉപ്പാന്റെ ഒരു സാമ്പത്തികമായ സ്ഥിതി, അതിൽ നിങ്ങൾ എന്താവണം? സംതൃപ്തരാവണം. അതിന് പകരം പാപ്പ പാപ്പ പാപ്പ, എന്റെ കൂട്ടുകാരന്റെ പാപ്പാന്റെ വണ്ടി, നമ്മുടെ പാപ്പ നിങ്ങളുടെ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ചെറിയ വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പാപ്പമാരെ പ്രയാസപ്പെടുത്തരുത്, ഉമ്മാനെ പ്രയാസപ്പെടുത്തരുത്. അള്ളാഹു നമുക്ക് തന്ന നിയമത്തിൽ നമ്മൾ എന്താവുക? യെസ് ഫോർ സാറ്റിസ്ഫാക്ഷൻ, യെസ് ഫോർ പറഞ്ഞേ, ഉള്ളത് കൊണ്ട് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ? സാധാരണ ചോദിക്കുന്ന സമയത്ത് മലയാളികൾ പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ, മക്കളെ സുഖം തന്നെയാ? തീർന്നു. മക്കളെ എല്ലാവർക്കും സുഖാണോ? അങ്ങനെയാണോ? സംതൃപ്തമായ മറുപടി. മായ്ക്ക് നേരത്തെ പറഞ്ഞാലും മായ്ച്ചല്ലോ. മായ്ച്ചല്ലോ. എറേസ് ചെയ്തില്ലേ? മാഷൊന്നോട് ചോദിക്കട്ടെ, മക്കളെ എല്ലാവർക്കും സുഖാണോ? ഇതാണ് എന്ത് മറുപടി? റിപ്ലൈ വിത്ത് സാറ്റിസ്ഫാക്ഷൻ. റിപ്ലൈ വിത്ത് സംതൃപ്തമായ മറുപടി പറയാൻ കഴിഞ്ഞാൽ we will become ബാക്കിയുണ്ട്. തീ കൊണ്ട് തുടങ്ങി എന്ത് ശ്രദ്ധിക്കണം? നീ കൊറേ പറഞ്ഞ പോലെ അവസാന വാക്കാണ് കൈയിട്ട് മക്കൾ. പല ഉത്തരങ്ങളും പറഞ്ഞു. അതിനിടയിൽ ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, ഈ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന വാക്കിലാണ്. അതൊക്കെ ശ്രദ്ധിച്ചാലേ ഞാൻ പറയുള്ളൂ. ശരിയാണ്, ടൈം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പലതും ശരിയാണ്. എന്നാല് ഞാൻ കൊണ്ടുവന്ന വാക്ക് പറയണ്ടേ? ബിക്ക് ഞാൻ എന്തായിരുന്നു കൊണ്ടുവന്നത്? ബ്യൂട്ടി. ഇക്ക് ഞാൻ എന്താ കൊണ്ടുവന്നത്? എൻകറേജ്. എസിന് ഞാൻ എന്താ കൊണ്ടുവന്നത്? അത് നിങ്ങളെ കൂട്ടത്തിൽ ഒരു മുടുക്കി പറയുകയും ചെയ്തു. ഇനി ടി എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന മാഷ് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വാക്ക് എന്താണെന്നറിയോ മക്കളെ? വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ടി ഫോർ ട്രസ്റ്റ്. പറഞ്ഞായിരുന്നു ആരെങ്കിലും? പറഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റ് പറഞ്ഞേ. വാട്ട്സ് മീനിങ് ഓഫ് ട്രസ്റ്റ്? വിശ്വസ്തത അല്ലേ? നല്ല വിശ്വാസം പരസ്പരം ഉണ്ടാവണം. ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസവും മതിപ്പും നിലനിർത്താൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലിയർ ആയല്ലോ? വിശ്വസ്തത. ഉമ്മ ചോദിക്കുന്നു, മോളെ നീ എഴുതിയോ? ഞാൻ എഴുതി. എഴുതാതെ എഴുതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഉമ്മ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂം പോകാൻ നേരത്തെ ഉമ്മ പറയുന്നതാണ്, എനിക്ക് കുളിച്ചിട്ട് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം എടുക്കും. ആ സമയം കൊണ്ട് മോനെ അല്ലെങ്കിൽ മോളെ 2 പേജെങ്കിലും ഖുർആൻ ഓതണേ. ഓതിക്കോളാം. ഉമ്മ പോയി കുളി കഴിഞ്ഞ് 11ാമത്തെ മിനിറ്റിൽ ഉമ്മ കുളി കഴിഞ്ഞ് വന്നോടെ പറഞ്ഞു, മോനെ ഓതിയോ? പെട്ടെന്ന് ഇംഗ്ലീഷ് നമ്മളോട് എന്ത് പറയും? ഓതിയില്ലെങ്കിൽ തൽക്കാലം എന്ത് പറഞ്ഞോളൂ? ഓതിയിട്ട് പറഞ്ഞോളൂ. കാരണം ഉമ്മ കുളിക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അവിടെ പൊന്നുമ്മയോട് കൃത്യമായി സത്യസന്ധമായി മറുപടി പറയാൻ. അതുപോലെ നിങ്ങൾ വളർന്ന് കുറച്ചുകൂടെ വലുതായി, നിങ്ങൾ ഇവിടെയോ നാട്ടിലോ കോളേജിലോ മറ്റോ ചേർത്തു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസം, ഒരു ഹോളിഡേ ദിവസം നിങ്ങൾ പറയാണ്, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ഇന്ന് സൺഡേ ആണ്, സ്കൂളില്ല, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ പാവ ഉമ്മ അല്ലെങ്കിൽ പാവ ഉപ്പ അവരറിയുന്നില്ല. അവർ ചോദിക്കുന്നു, മോനെ സത്യമാണ് ക്ലാസ് ഉണ്ടോ? എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ക്ലാസിന്റെ പേരിൽ വ്യാജമായ കള്ളം പറഞ്ഞിട്ട് വീട് വിട്ട് ഇറങ്ങിയിട്ട് കൂട്ടുകാരുടെ കൂടെ പാർക്കിലോ ബീച്ചിലൊക്കെ പോയിരുന്നുകൊണ്ട് കൗമാരത്തെ കാലിടറി വീഴാൻ പ്രേരിപ്പിക്കുന്ന സൈബർ ലോകത്തെ കാണാക്കളിയിൽ പൊട്ടുപോയിട്ട് അവസാനം തിരിച്ചു വന്നിട്ട് ഖേദിച്ചു മടങ്ങുന്ന കുറേ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇതിന് പറയുന്നത്, നമ്മൾ ആദ്യമായി വഞ്ചിച്ചത്, അറിയാതെ ചതിച്ചു പോയത്, ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയത് ആരോടാണ്? പാരന്റ്സിനോടാണ്, ഉമ്മയോടാണെന്ന്. അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ ഉമ്മയോട്, ഉപ്പയോട്, ഉസ്താദുമാരോട്, അധ്യാപകരോടൊക്കെയുള്ള ട്രസ്റ്റ് ഉണ്ടാക്കണം, നിലനിർത്തണം. എപ്പോഴും അതിനെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വഞ്ചിതരാകാതെ, നമ്മൾ വഞ്ചിതരാകാനും പാടില്ല, വഞ്ചിക്കാനും പാടില്ല. നല്ല വിശ്വസ്തത.